വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഷൂട്ട് ഡേ ഇൻ മൈ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ നവ്യയുടെ കൂടെയാണ്, അനുഷയുടെ കൂടെയാണ്. ബിക്കോസ് ഷൂട്ട് ഇപ്പോൾ കണ്ടിന്യൂസ് പോവുകയാണ്. അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് രാത്രി ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് ഇന്ന് രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ എഴുന്നേക്കണം. അപ്പോൾ ഇവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കിടന്നുറങ്ങാമല്ലോ എന്ന് വിചാരിക്കും എപ്പോഴും. അങ്ങനെ കണ്ടിന്യൂസ് പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അനുവിൻ്റെ കൂടെ തന്നെയാണ് നിൽക്കണം. അങ്ങനെ ഇപ്പോൾ റൂമിലാണ്. എഴുന്നേറ്റു, രാവിലെ 5:30 മണിയായിട്ടുണ്ട്. അപ്പോൾ എഴുന്നേറ്റു, ഞാൻ എഴുന്നേറ്റു, ബ്രഷ് ചെയ്തു, ഫ്രഷ് ആയിട്ടിരിക്കുകയാണ് കേട്ടോ. അതായത് ഷൂട്ടിന് പോകാനായിട്ട് ഫ്രഷ് ആയിട്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ തന്നെയാണ് ഷൂട്ടിന് പോകാറ്. എഴുന്നേക്കും, മേല് കഴുകും, കുളിക്കാറില്ല, കാരണം മുടി ഉണങ്ങത്തില്ല. അപ്പോൾ മുടി ഫുള്ളിങ്ങനെ ടൈ ചെയ്യുമ്പോഴത്തേക്ക് മുടി ഫുൾ ഉണങ്ങിയില്ലെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി ഹീറ്റ് കൊടുക്കേണ്ടി വരും മുടി ഉണങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ നൈറ്റാണ് കൂടുതലും കുളിക്കാറ് വന്നിട്ട്. അപ്പോൾ രാവിലെ എഴുന്നേക്കും, മേലെ കഴുകും, ഡ്രസ്സ് എടുത്തതും ഫേസ് ഒന്നും ചെയ്യാറില്ല, ഇങ്ങനെ തന്നെ അങ്ങ് പോവും. അവിടെ ചെന്നിട്ടാണ് ബാക്കി മേക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ വണ്ടി ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഒരു 6 മണിക്ക് പിക്ക് ചെയ്യാൻ വരും. എൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ 5:30, 5:45 പിക്ക് ചെയ്യാൻ വരും. അപ്പോൾ അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. ലഗേജും കാര്യങ്ങളൊക്കെ അനന്തപുരി തന്നെ ഇരിക്കുകയാണ്, കാരണം കണ്ടിന്യൂസ് ഷൂട്ട് പോകണതുകൊണ്ട് അവിടെ തന്നെ വെച്ചിട്ടിങ്ങ് പോരും. അപ്പോൾ അങ്ങനെ നമുക്കിന്ന് ഷൂട്ട് ഡേ ഇൻ മൈ ലൈഫാണ്. കറക്റ്റ് ടൈമിങ് കേട്ടോ, കറക്റ്റ് നമ്മൾ പറയുന്ന സമയത്തിന് എന്നെ പിക്ക് ചെയ്യാൻ വരും. അപ്പോൾ നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട്, നമ്മൾ നേരെ നമ്മുടെ ലൊക്കേഷനിലോട്ട് പോവുകയാണ്. അത്യാവശ്യം ദൂരമുണ്ട്, എൻ്റെ വീട്ടിൽ നിന്ന് വരുന്ന അത്ര ദൂരം ഇല്ലെങ്കിലും അത്യാവശ്യം ദൂരമുണ്ട്. അപ്പം നമ്മളിത് അനന്തപുരിയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഫംഗ്ഷനാണ് ഷൂട്ട് ചെയ്യുന്നത്. സോ അതിൻ്റെ സ്റ്റേജ് ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ഇതേ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ആരും വന്നിട്ടില്ല ഗൈസ്, നമുക്കിനി റെഡി ആവാം. ഹായ് DJ. മേക്കപ്പ് ചെയ്യാൻ പോവാ, മേക്കപ്പ്. ഇനി മണ്ടയിൽ പോകണം. നടന്നൊരു 18-ാം പടി കയറി മുകളിൽ പോകണം മേക്കപ്പ് ചെയ്യാനായിട്ട്. ലൈറ്റ് ഒന്നും ഇട്ടിട്ടില്ല. രാവിലത്തെ എക്സസൈസ് ഇതാണ്. ഓക്കെ, ഹായ്, ഗുഡ് മോർണിംഗ്. ഓക്കെ ഗൈസ്, ഈ ഫോണ് ഞാൻ എൻ്റെ പൗച്ചിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെക്കാം. മേക്കപ്പ് ചെയ്യാം നമുക്ക്. ഫസ്റ്റ് ഞാൻ സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനി കൺസീലർ ഇടാം. ഞാനപ്പോൾ സെൽഫ് മേക്കപ്പ് തന്നെ കേട്ടോ ഇപ്പോൾ ചെയ്യാറ്. അപ്പോൾ കുറേ പേര് ചോദിക്കാറുണ്ട് സെൽഫ് മേക്കപ്പ് ആണോ ചെയ്യുന്നതെന്ന്. ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ സെൽഫ് മേക്കപ്പാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മറ്റേ നമ്മൾ ചെന്നിട്ട് ഓരോരുത്തർ റെഡി ആവുന്നത് നോക്കി നിൽക്കണം. ഇതാകുമ്പോൾ നമ്മൾ വന്നിട്ട് നമ്മുടെ കാര്യം നോക്കിയിട്ട് നമുക്കങ്ങ് സ്വന്തമായിട്ട് എന്തെങ്കിലും റെഡി ആവും. പിന്നെ എനിക്ക് ഹെയർ മാത്രമാണ്, അതായത് വിഗ് വയ്ക്കാനായിട്ട് മേക്കപ്പ് ചെയ്യേണ്ട ഹെൽപ്പ് വേണ്ടത്. ബാക്കി ഫേസ് മേക്കപ്പൊക്കെ ഞാൻ സ്വന്തമായിട്ട് തന്നെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇതെന്താ രണ്ടുപേരും ഒരുപോലെ? അതെ, മലപ്പുറത്ത് ഞാൻ വന്നിരുന്നു ചെയ്തു. അല്ല, തലയിലും ഒരുപോലെ, തലയില് മുടി മുഖത്തോട്ട് വീഴാണ്ടിരിക്കാൻ വെച്ചിരുന്നത്. ഓ, അങ്ങനെ ബുദ്ധിയുള്ളവരാണ് ഇത് ചെയ്തു, ഒന്നും അറിയാത്ത പോലെ. നമുക്ക് ഇതിനെ കുറിച്ചൊന്നും വലിയ പരിജ്ഞാനമില്ല. അതാണ് പ്രശ്നം. നമ്മുടെ മേക്കപ്പൊക്കെ നമ്മളിത് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. പിന്നെ വേറെ ഒന്നും കണ്ണും വഴിച്ച് ലിപ്സ്റ്റിക് ഒന്നും ഇടാനൊന്നും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ മേക്കപ്പ് കുഴപ്പമില്ല, ബേസ് മാത്രം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കഴിയും. അപ്പോൾ ഇനി അടുത്ത് ഹെയർ ചെയ്യണം, അതാണ് ഇനി ഏറ്റവും വലിയ കടമ്പ. ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷേ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ പാട്ടിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പാട്ടിനി കോപ്പിറൈറ്റ് അടിച്ചാലോ എന്ന് കരുതി ഞാനത് കട്ട് ചെയ്തേ. ക്യാമറ ഓണായിരുന്നു, അറിഞ്ഞില്ല അല്ലേ?
നമ്മുടെ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇന്ന് നമുക്ക് ഇഡ്ഡലി, സാമ്പാർ, ചട്നിയൊക്കെയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിനുള്ളത്. ഇഡ്ഡലി, സാമ്പാറും ചട്നിയാണ്. അപ്പോൾ നമ്മൾ റെഡി ആവുന്നവർ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ഇത് നമ്മുടെ സ്റ്റേജാണ്. അപ്പോൾ നമുക്ക് തലേന്ന് മഴയുടെ ഒരു ചെറിയ മഴക്കോളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് നമ്മൾ ടാർപ്പൊക്കെ ഇട്ട് ചേട്ടന്മാരൊക്കെ മൂടിയിട്ടിരിക്കുകയാണ് സ്റ്റേജ് താഴെയൊക്കെ. ഇതാണ് നമ്മുടെ സ്റ്റേജ്. ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഇനിയും ചെയ്യാനുണ്ട്. ഇതിപ്പോൾ കുറച്ചായിട്ടേ ഉള്ളൂ. ഞാനെടുത്ത മുത്തശ്ശി ത്രെഡ് ചെയ്യുകയാണോ? ഇത്തവണ അപ്പം നമ്മുടെ ബിബിത ചേച്ചി, അതായത് നമ്മുടെ അനിയുടെ അമ്മ ജാനകി, മോനെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ കമ്പനിയാണ്, നമ്മൾ തൃശ്ശൂർ അവരുടെ അവിടെ ഫംഗ്ഷനൊക്കെ പോയപ്പോൾ തൊട്ടേ കമ്പനിയാണ്. അപ്പോൾ അവ എനിക്ക് റൂബിക്സ് ക്യൂബ് പഠിപ്പിച്ച് തരുവാണ്. എനിക്ക് പണ്ടേ അച്ഛൻ ഇങ്ങനെ ഇത് കൊണ്ടുവന്നിട്ട് എനിക്കും അനിയത്തിക്കായിട്ട് തരും. എന്നിട്ട് ഇത് ചെയ്യുന്നവർക്ക് ചോക്ലേറ്റ് മേടിച്ച് തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട്, പക്ഷേ ഞാനും അനിയത്തി ഒരെണ്ണം പോവും അങ്ങനെ ശരിയാക്കാനേ അറിയത്തില്ല. കാരണം ഇതിന് കറക്റ്റ് ഒരു രീതി ഉണ്ടല്ലോ. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ട് എവിടെയെങ്കിലും എടുത്തെറിഞ്ഞിട്ടൊക്കെ പോകും. ലാസ്റ്റ് അച്ഛൻ കാണാണ്ട് ഒളിപ്പിച്ചൊക്കെ വയ്ക്കുമായിരുന്നു. കാരണം അച്ഛൻ ഇത് കണ്ട അച്ഛൻ ഇത് പഠിക്കുക, ബുദ്ധി വരട്ടെ എന്ന് പറയും. അങ്ങനെ ഇത് പഠിക്കണം എന്നുള്ള വാശിയിൽ ഞാനിരുന്ന് പഠിക്കുകയാണ് ഗൈസ്. അവസാനം ഞാൻ ഇത് പഠിച്ചു കേട്ടോ കുറേയൊക്കെ. നമ്മുടെ ഡാൻസ് കൊറിയോഗ്രാഫിക്ക് വേണ്ടിയിട്ട് മാസ്റ്ററും ടീംസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരിവിടെ ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ പോവുകയാണ്. എനിക്ക് ഡാൻസ് ഇല്ല ഗൈസ്, അതുകൊണ്ട് എനിക്ക് പ്രാക്ടീസ് ഇല്ലായിരുന്നു. ഞാൻ പിന്നെ അവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടൊക്കെ നിന്ന് ഡാൻസ് പ്രാക്ടീസിൻ്റെ മൂഡിലാണ്. ഫുൾ ഡാൻസ് എനിക്കില്ല ഗൈസ്, ഇവർക്ക് എല്ലാവർക്കും ഡാൻസ്. ഉച്ചയ്ക്കല്ല ഒരു 11:30 ആകുമ്പോഴത്തേക്ക് നമുക്ക് നാരങ്ങ വെള്ളം ബിസ്ക്കറ്റ് വരും കേട്ടോ. ചിലപ്പോൾ നമ്മുടെ വാട്ടർമെലൺ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ അല്ലെങ്കിൽ നാരങ്ങ വെള്ളം തന്നെ ആയിരിക്കും. അപ്പോൾ നാരങ്ങ വെള്ളം നമ്മൾ അകത്തിരുന്നുകൊണ്ട് നമുക്ക് കുപ്പിയിലാക്കി കൊണ്ട് തന്നിട്ടുണ്ട് ബിസ്ക്കറ്റും. ഞങ്ങളപ്പോൾ അതൊക്കെ കഴിച്ചങ്ങനെ തിന്നിരിക്കുവാണ് ഗായ്സ്. ഷൂട്ട് നടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇരിക്കുന്നവരല്ലാണ്ട് എനിക്കൊന്ന് നയനയുടെയും ആദർശിൻ്റെയും സീൻസൊക്കെയാണെന്ന് തോന്നുന്നു. താഴെ ഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളപ്പോൾ മുകളിലിരുന്നിട്ട് നാരങ്ങകളും ബിസ്ക്കറ്റൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. നമ്മുടെ സീനെത്തുമ്പോഴത്തേക്ക് ഇങ്ങനെ വിളിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഓടിപ്പോവും. കുറച്ച് വെള്ളം തരും. വെള്ളം എന്താ ഉറങ്ങുവാണെങ്കിലും രാജകീയമായി ഉറങ്ങുന്ന ദേവയാനി. എൻ്റെ അമ്മച്ചേ, യൂട്യൂബ് അയ്യോ എന്റെ ഡ്രസ്സ് പോയി. റെഡിയാണോ?
നമുക്ക് ഉച്ചയ്ക്ക് അപ്പോൾ കുറച്ച് ടൈം കിട്ടിയപ്പോഴത്തേക്കും ഡാൻസ് പ്രാക്ടീസ് ചെയ്യാട്ടോ ഇവർ. അപ്പോൾ ഇപ്രാവശ്യം ഡാൻസിന് കൊറിയോഗ്രാഫറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുവാണ് ഇവർ. എനിക്ക് പിന്നെ ഡാൻസ് ഒന്നും ഇല്ലായിരുന്നല്ലോ ഗൈസ്, അതുകൊണ്ട് ഞാൻ വന്നിങ്ങനെ വായി നോക്കിക്കൊണ്ടൊക്കെ ഇരുന്നു. കണ്ടോ, ഇങ്ങനെയൊക്കെയാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മുടെ ബോയ്സിൻ്റെ സൈഡിലുള്ള ഷോട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ വലിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഷൂട്ട് നടക്കുന്നത്. ഒത്തിരി പേർക്ക് ഡൗട്ടാണ് എങ്ങനെയാണ് ഈ ഷൂട്ട്. കണ്ടോ, ഇത്രയും ആൾക്കാരെയും ക്യാമറയെല്ലാം നമ്മുടെ തൊട്ട് മുന്നിൽ തന്നെ കാണും. അപ്പോൾ ഒരുപാട് പേരിങ്ങനെ ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണിക്കാനാണ് ഞാനിങ്ങനെ എടുത്ത് ഇട്ടത്. ഇങ്ങനെയാണ് ഷൂട്ട് നടക്കുന്നത് ഗൈസ്. ഒരുപാട് ആൾക്കാരും ക്യാമറയൊക്കെ നമ്മുടെ കയ്യെത്തുന്ന ദൂരത്ത് ഇങ്ങനെ കാണും. ഇനി അപ്പോൾ നമ്മുടെ ടേൺ വന്നിരിക്കുകയാണ് ഗൈസ്. ഇപ്പോൾ നമ്മുടെ പെൺപടയുടെ ഷൂട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. നമ്മുടെ സൈഡിലുള്ള ഷോട്ടാണ് ഇപ്പോൾ എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളിത് റെഡിയായിട്ട് നിൽക്കുവാണ്. ഉച്ചയ്ക്ക് നമ്മുടെ ലഞ്ച് ടൈം ആയിട്ടുണ്ട്. നമ്മളപ്പോൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നു. ഇന്ന് എന്തൊക്കെയായിരുന്നു? ചോറ്, സാമ്പാർ, എന്തൊക്കെയോ കൂടുതലുണ്ടായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഡാൻസ് പ്രാക്ടീസ്, റീൽസ് പ്രാക്ടീസ്. നമ്മുടെ DOPയുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അന്ന് ചേട്ടന്മാരെല്ലാം കൂടെ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് കേക്ക് മേടിച്ചുകൊണ്ട് വന്നു. ആ നേരം തൊട്ട് എല്ലാവരും കൂടെ അതിൻ്റെ ചുറ്റും തന്നെ കൂടി വെക്കുമായിരുന്നു. പിന്നല്ല, കേക്കിന് കൊതി വെച്ചോണ്ട് നിൽക്കാതെ രശ്മി ചേച്ചി ഫസ്റ്റ് പീസ് എടുക്കാൻ. യെസ്, വയസ്സിനനുസരിച്ചിട്ടുള്ള എത്ര വേണമെന്നാണ്. Happy birthday to you, happy birthday to you, happy birthday to you, happy birthday to you. God bless you. കുഞ്ചക്കരിക്ക് ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കാൻ പറ്റിയില്ലാന്ന്. 6 വയസ്സോ 7 വയസ്സോ? Birthday to you, happy birthday to you, happy birthday to
ഇപ്പോഴത്തെ കേക്കിന്റെ അവസ്ഥ രശ്മി ചേച്ചി അതിന്റെ മൂട്ടിന്ന് മാറില്ല കേട്ടോ. ചോറാണോ തിന്നെ? നിർത്തൂല, പിന്മാറില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ ദേവയാനി കേക്ക് വാരി വിഴുങ്ങുകയാണ് ഗൈസ്. അതിനിടയിൽ ഫുള്ള് ഷൂട്ടായിരുന്നു കേട്ടോ. അതിനിടയിലുള്ള ക്ലിപ്സ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് ടീ ബ്രേക്കായി. അപ്പോൾ ഞാൻ നോർമലി കട്ടൻ ചായയാണ് കുടിക്കാറ്. അപ്പോൾ ഞാൻ കട്ടൻ ചായ നമുക്കൊന്ന് ഉള്ളിവട ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് കുറച്ച് ചോറേ കഴിച്ചുള്ളൂ. അപ്പോൾ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ഞാനങ്ങനെ 2 ഉള്ളിവട എടുത്ത് കമത്തി ഗൈസ്. അങ്ങനെ ഞാൻ 2 ഉള്ളിവട കഴിച്ചു. അപ്പോൾ അതിനിടയിൽ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഷൂട്ടൊക്കെ കഴിഞ്ഞു, എൻ്റെ ഷൂട്ട് കഴിഞ്ഞു. ഞാൻ എൻ്റെ മുടിയൊക്കെ കഴിച്ച് പ്രാന്തിയ പൊളിരിക്കുകയാണ് ഗൈസ്. എനിക്ക് എപ്പോഴും ഈ മുടി കഴിച്ച് വിഗ് മാറ്റി കഴിഞ്ഞാൽ എനിക്ക് പ്രാന്താണ്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ളവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ ആ സമയം കൊണ്ട് ഞാനും നമ്മുടെ വിവിധ ചിത്ര മോനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും അവനായിട്ട് ലുഡോ കളിക്കുകയാണ്. ലുഡോ എന്തൊക്കെയോ ഗെയിംസ് കളിച്ചു. അപ്പോൾ അനിയും ഉണ്ടായിരുന്നു. ഞാനും അവനും അനിയുമായിട്ടാണ് കളിച്ചുകൊണ്ടിരുന്നത്. അനിയെ ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ ഏൽപ്പിച്ചിട്ട് അവൻ്റെതും കൂടെ ഞാൻ കളിക്കുകയാണ്. എനിക്ക് 3 കൂടെ കളിച്ച് 2 കൂടെ കളിച്ച് എനിക്ക് ലാസ്റ്റ് പ്രാന്തായി. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം പാട്ട് വെച്ച് ഡാൻസ് ആയിരുന്നു. എങ്ങനെയൊക്കെ സമയം പോകണമല്ലോ. ആർക്കൊക്കെ ആയിരുന്നു ഷൂട്ട്? ഇവിടെ ഇപ്പോൾ കാണാത്ത രശ്മി ചേച്ചിക്കൊക്കെ ആയിരുന്നു ഷൂട്ടെന്ന് തോന്നുന്നു. അതായത് നമ്മുടെ ദേവയാനിക്കൊക്കെ. അപ്പോൾ ബാക്കി നമ്മളെല്ലാവരും കൂടെ പുറത്തുനിന്നിട്ട് ഡാൻസും പാട്ടും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ അനന്തപുരിയിലെ ഒരു ഷൂട്ട് ഡേ. പിന്നെ ഇനി നൈറ്റത്തെ ഫുഡ് ചപ്പാത്തിയും ചിക്കനുമാണ്. അപ്പോൾ അത് റൂമിൽ കൊണ്ട് വെച്ചിട്ട് കഴിക്കും. ഇനി അതൊന്നും ഞാൻ ഇടില്ല കേട്ടോ. കാരണം റൂം എത്തുമ്പോഴത്തേക്കും ഭയങ്കര ടയേർഡാവും. പിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഫ്രഷായി ഫുഡും കഴിച്ചുകൊണ്ട് കിടന്നാൽ മതി. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാനുള്ള ഒരു മൂഡും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഓക്കെ ഗായ്സ്, ഇതാണ് നമ്മുടെ ഒരു ഷൂട്ട് ഡേ. ഇങ്ങനെ ആയിരിക്കും നമ്മുടെ ഏകദേശം ഒരു ഷൂട്ട് ഡേ. പിന്നെ നന്ദാവനത്തിലാണെങ്കിൽ എനിക്ക് കാണിക്കാനൊന്നുമില്ല ഗൈസ്. കാരണം അവിടെ ഞാനും നീനാമ്മയും ടോണിച്ചനും മാത്രമേ ഉള്ളൂ. ഈ വൈബും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ അതാണ് എന്തായാലും അനന്തപുരിയിലൊരു ഷൂട്ട് ആകുമ്പോൾ കാണിക്കാൻ ഒത്തിരി ഉണ്ടല്ലോ. അപ്പോൾ അതാണ് ഞാൻ എന്തായാലും അനന്തപുരിയിലൊരു ഷൂട്ട് ഡേ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഓക്കെ ഗൈസ്, ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഷൂട്ട് ഡേ ഇടണം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടും കൂടെയാണ് ഞാനിതിട്ടത്. ഇനിയും ഇങ്ങനത്തെ വീഡിയോസായിട്ടൊക്കെ ഞാൻ വരും. അപ്പോൾ നമ്മളപ്പോൾ ഡയറക്ടർ സാറിൻ്റെ വണ്ടിയിലാട്ടോ പോണത്. ഞാനും സ്മിത ചേച്ചിയും അനുവും വിഷ്ണുവും സാറുമായിട്ട് ഇതേ പോവാണ്. വിഷ്ണുവാണ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാവരും വേറെ വേറെ വണ്ടിയിലുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇതിൽ തന്നെ തൊത്തിക്കയറി. അപ്പോൾ ഓക്കെ ഗായ്സ്, അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്നുള്ളവർ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നെന്നുള്ളവർ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.